ഹലോ ഫ്രണ്ട്സ്, ഇതൊരു നാടൻ കോഴി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞങ്ങൾ വിറകടുപ്പിൻ്റെ മുകളിലാണ് നാടൻ കോഴിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഉരുളി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചെറുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി, അത് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞങ്ങൾ നാടൻ കോഴി ഉണ്ടാക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഇടാറില്ല കേട്ടോ. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇത് കലശം കഴിഞ്ഞിട്ട് കിട്ടിയ നാടൻ കോഴിയാണ്. അത് കാരണമാണ് ഞങ്ങളതിൽ ചുവന്നുള്ളി മാത്രമാണ് ഇടാറുള്ളത്. അല്ലാണ്ട് സബോള, തക്കാളി അതൊന്നും ഇടാറില്ല. ചുവന്നുള്ളി മാത്രമാണ് ഇടുന്നത്. ചുവന്നുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇടണം കേട്ടോ. എന്നിട്ട് ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും നന്നായി ഇങ്ങനെ അതൊന്ന് വാടണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വേപ്പിൻ്റെ ഇലയും ചുവന്നുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുത്തുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത്രയും ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഗരം മസാലപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിക്കണം കേട്ടോ. ഈ പൊടികളും എല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കോഴി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇളക്കിയിട്ട് വറ്റിക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായി വരട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട. വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം മാത്രം മതി. ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൽ വേണം ചിക്കൻ നന്നായിട്ട് വേവാനായിട്ട്. കോഴി നന്നായി വെന്ത് വരുമ്പോൾ ഈ ഒരു പരുവാവും. അപ്പം തൊട്ട് നമ്മൾ നന്നായി ഇളക്കിയിട്ട് വേണം ഇത് ഡ്രൈ ഫ്രൈ പോലെ ആക്കാനായിട്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി വരട്ടി എടുക്കണം. ചിക്കൻ നന്നായി ഈ ഒരു പാകമാകുമ്പോൾ ഒന്നെങ്കിൽ തേങ്ങ കൊത്തിടുക, അല്ലെങ്കിൽ ഇതേപോലെ തേങ്ങ ചിരകിയിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ചിക്കനിലേക്ക് ഇട്ട് യോജിപ്പിക്കുക കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ ആവുമ്പോൾ ഉണ്ടാവുക. ഉരുളിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ടിട്ട് നിൽക്കും. അതിൻ്റെ അതൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അങ്ങനെയാണ് ചിക്കൻ ആവുമ്പോൾ. ഈ ഒരു പാകത്തിൽ നിന്ന് നമ്മൾ നന്നായി ഇങ്ങനെ ഇളക്കി വരട്ടിയെടുക്കണം. ഒരു ഡ്രൈ പരുവത്തിലാവുമ്പോൾ, ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ ചിക്കൻ ആവാം. കുറച്ചും കൂടി ഡ്രൈ ആവണമെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി ഡ്രൈ ആക്കണം. ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് പൊടി ആവുന്ന രീതിയിലാണ് ആക്കുക. അതാകുമ്പോൾ ചിക്കൻ്റെ എല്ല് മാംസം രണ്ടും വേറിട്ടിട്ട് നിൽക്കും. അപ്പോൾ കഴിക്കാനും നല്ല രസമാണ്. അധികം എന്താ പറയുക, ഇങ്ങനെ വഴുവഴുപ്പ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള രീതിയിലാണ് അപ്പോൾ നമുക്ക് ചിക്കൻ കിട്ടുക. അപ്പോൾ ഈ ഒരു പാകത്തിലാട്ടോ ഞങ്ങൾ ചിക്കൻ എടുക്കാറുള്ളത്. അതാകുമ്പോൾ നാടൻ കോഴിയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്താ പറയുക, നല്ലൊരു കഴിക്കാനും നല്ല രസമുണ്ടാവും. നാടൻ കോഴിയുടെ ആ ഒരു നല്ലൊരു ഫ്ലേവർ, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. അത്രയും നല്ലൊരു ഫ്ലേവറാണ്, ആ ഒരു രുചിയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.